നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീനും മുരിങ്ങയ്ക്കായും കൂടിയിട്ട് നമുക്ക് നല്ലൊരു തേങ്ങ വറുത്തരച്ച് തീയിൽ വെക്കാം. കൊഞ്ച് തീയലിന് കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് ഇത്രയൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വേഗം ഒന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും ചെമ്മീനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇട്ട് വീണ്ടും അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം. തീയലിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് തേങ്ങ വേണം, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് പ്രധാനമായിട്ട് നമുക്ക് പെരിഞ്ജീരകം ആവട്ടെ. വേറെ ഗരം മസാലയൊന്നും ചേർക്കത്തില്ല, പെരിഞ്ജീരകം. അപ്പം തേങ്ങ തിരിങ്ങി അത് ഏകദേശം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പൊടികളിട്ട് ഒന്നിളക്കി താത്ത് വെക്കും. അങ്ങനെ നമ്മുടെ അരപ്പിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വറുത്ത് തേങ്ങ നല്ലതുപോലെ മൂത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് ഒന്നിളക്കി താത്ത് വെച്ച്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരാം. മുരിങ്ങയ്ക്കായൊക്കെ വെന്തോന്ന് നോക്കാം. ഇതിനകത്തൊരു പൊടി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഉള്ളിയുടെയും ആ കൊഞ്ചിൻ്റെയൊക്കെ വെള്ളം ഊറി ഇറങ്ങി നമ്മുടെ ഈ മുരിങ്ങയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടും. തീയലിൻ്റെ അരപ്പ് ഇതേപോലെ വെള്ളം ഒഴിക്കാതെ വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. തീയലിനകത്ത് ചേർക്കാൻ തക്കാളിയല്ല, പിഴുപുളിയാണ് ചേർക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് ഇനി ഇത് പിഴിഞ്ഞ് നമുക്ക് അരിച്ച് തീയലിലേക്ക് ചേർക്കാം. പിഴിഞ്ഞ് വെച്ച് ആ പിഴുപുളിയുടെ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീയൽ വെക്കുന്നത് ഇങ്ങനെ, ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ തീ എങ്ങനെ ഉണ്ടെന്ന് തുറന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. നല്ല സൂപ്പർ തീയലാണ്. തക്കാളി വേണമെങ്കിൽ തക്കാളിയും ചേർത്തുണ്ടാക്കാം. ഞാനിന്ന് പിഴുപുളിയാണ് ചേർത്തിരിക്കുന്നത്. തക്കാളി ഇടയിലില്ല, അതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. അപ്പോൾ തക്കാളി ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തനി നാടൻ തീയലാണ്. നമ്മുടെ ഈ തീയലും മാത്രം കൂട്ടി കഴിക്കാം ചോറ്, അത്ര ടേസ്റ്റാണ്. ഇതിന് വേറെ ഒരു കറിയും വേണ്ട, സൂപ്പർ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്.